അപ്പൊ രാവിലെ കുളിയെ കഴിഞ്ഞ് എല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി നിൽക്കട്ടോ. അതാ സന്തോഷേട്ടനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. എനിക്ക് പോകാൻ പറ്റൂല കേട്ടോ, വല്ലാത്ത സങ്കടമാണ്. ആദ്യമായിട്ടാണ് ഉത്സവമായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കേട്ടോ. സാരല്ല, അടുത്ത വർഷം നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സന്തോഷേട്ടനും അമ്മയും പോണത് ഇങ്ങനെ സങ്കടത്തിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ സന്ധ്യച്ചിന്റെ മോളുണ്ട് കേട്ടോ, ഒരു മൂന്നാളും കൂടിയാണ് പോണത്. അപ്പോസ് ട്യൂഷന് പോയതാണ് കേട്ടോ. ഇനി നാളെ ഉത്സവത്തിന് എന്തായാലും പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് അമ്മയും സന്തോഷേട്ടനും. അപ്പോൾ ഒരുപാട് ആളൊക്കെ ഉണ്ട്, നാളെ ഉത്സവമാണ് കാരണം ഇന്ന് ഒരുവിധ ആളൊക്കെ ഉണ്ടാവുമല്ലോ അമ്പലത്തിൽ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാ ഒരു പായസമൊക്കെ കിട്ടി, പായസം ഉണ്ട്, പിന്നെ പ്രസാദം എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കച്ചവടക്കാരൊക്കെ ഇപ്പൊ തന്നെ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ലെങ്കിലും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവരവിടുന്ന് വന്നപ്പോൾ കുണ്ടട അമ്പലത്തിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുന്നത്ത് അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്തം വരുന്ന അമ്പലമാണ്, പോരുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ. അത് അവിടുന്ന് കുന്നത്ത് അമ്പലത്തിലാണ് നമ്മൾ ഫസ്റ്റ് കയറുക. അവിടുന്ന് വരുമ്പോഴാണ് നമ്മൾ കുണ്ടട അമ്പലത്തിൽ കയറുക കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടേ കഴിക്കുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് വാങ്ങി വരും. എന്നാലും അപ്പൂസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിക്കും. അങ്ങനെ വീട്ടിൽ വന്നിട്ടേ കഴിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അതാ നമ്മൾ ചായ കുടിക്കണം. നല്ല ഉഴുന്ന് ദോശയും ചായയൊക്കെ ഉണ്ട്, ഉള്ളിക്കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. കണ്ട അമ്മ ചായ എടുക്കുകയാണ്, കട്ടൻ ചായ എല്ലാം ആക്കി വെച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ അതാ പായസം കഴിക്കുകയാണ്, നല്ല ശർക്കര പായസം ആണ്. പിന്നെ അത് നമുക്ക് കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നൈറ്റിൻ്റെ. അത് കൊടുക്കാൻ വേണ്ടി സന്തോഷമായിട്ടും പോയി. ഇപ്രാവശ്യം ആകെ 2 കൊറിയറേ കൊടുക്കാനുള്ളൂ കേട്ടോ, സീസൺ അല്ലാത്ത കാരണം കുറവാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പണിക്ക് ഞാൻ തുടങ്ങിട്ടോ. കോഴികളെ നോക്കലാണ് മെയിൻ പണിയിട്ടാ. കോഴിക്കുട്ടികളെ വിരിഞ്ഞിട്ടുണ്ട്. 13 മുട്ട വെച്ചിട്ട് 9 കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ പിടിക്കലും നോക്കലും തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടിട്ടാ. കണ്ടോ, വെള്ളത്തിൽ ചടിയിട്ടാ തോന്നിട്ടുണ്ട്. തൂവലൊക്കെ ആക്കാൻ നനഞ്ഞൊട്ടിയത് കണ്ടില്ലേ, എന്നാലും ചാവാതെ കിട്ടിയത് ഭാഗ്യം കേട്ടോ. ആയിട്ടുള്ള പിടിച്ചിട്ടൊന്ന് വട്ടൊക്കെ ഇറങ്ങിട്ടോ, കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തിച്ചെടുക്കും. ഓർക്കും വേണ്ട ഒരു സന്തോഷം അല്ലേ.